നമ്മുടെ കയ്യിലുള്ള സെയിൽസിൽ നിന്ന് നമുക്ക് ഒരു നമ്പർ ഓഫ് സെയിൽസ് മാനുവലി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിൽസ് മെനുവിൽ ഓൾ സെയിൽസ് നമ്മുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഓൾ സെയിൽസ് ലിസ്റ്റ് ആയിട്ട്, അതായത് നമ്മുടെ കയ്യിലുള്ള എല്ലാ സെയിൽസും ലിസ്റ്റ് ആയിട്ട് വരും. ഇതിൽ നമുക്ക് റൈറ്റ് സൈഡ് ടോപ്പിൽ ബാച്ച് അപ്ഡേറ്റിൻ്റെ സൈഡിലായിട്ടൊരു ടോഗിൾ ബട്ടൺ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സെയിൽസ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേണ്ട സെയിൽസ് ജസ്റ്റ് അവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം, അതായത് ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് ബൾക്കായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേജ് നമ്പർ ചേഞ്ച് ചെയ്തതിന് ശേഷം, അതായത് പേജ് നമ്പറിൻ്റെ കൂടെ നമുക്ക് നമ്പർ ഓഫ് ഐറ്റംസ് ചേഞ്ച് ചെയ്തതിന് ശേഷം ബാച്ച് അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ സെയിൽസും സെലക്ട് ആയിട്ട് വരും. അതായത് കറൻറ്റ്ലി നമ്മൾ സെലക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് സെലക്ട് ആയിട്ട് വരും. ഇനി അതല്ല ഓൾറെഡി ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്നോ അതിലധികമോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് അത് അൺസെലക്ട് ആവുകയും ചെയ്യും. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഓപ്ഷൻ വരുന്നുണ്ട്. ദെൻ ഫൈനലി നമുക്ക് വേണ്ട സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബാച്ച് അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ബൾക്ക് ഡിലീറ്റ് സെയിൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതിൽ ഡിലീറ്റ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, കൺഫർമേഷൻ ചോദിക്കും, യെസ് കൊടുത്ത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ സെയിലും ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ഈ രീതിയിലാണ് ബൾക്കായിട്ട് നമ്മൾ സെയിൽസിനെ ഡിലീറ്റ് ചെയ്യുന്നത്.